ഓ, പിള്ളേർ പറഞ്ഞു നമുക്ക് വൈകുന്നേരം ചോറ് വേണ്ട, പൂരിയും ബാജിക്കറിയും മതി. പിള്ളേരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വെട്ടുകാടുള്ള ബാബുചേട്ടനും കൂട്ടുപിടിച്ചുകൊണ്ട് ഞങ്ങളുടെ അംഗം തുടങ്ങി കേട്ടോ മക്കളെ. അപ്പോഴുണ്ടല്ലോ നമ്മൾ ആ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 കിലോ ഫരീനതി സെമോളോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചോളപ്പൊടിയാണ് കേട്ടോ. ചോളപ്പൊടി റിമച്ചിനകത്താണ്, നന്നായിട്ട് പൊടിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ മച്ചിനാര എന്ന് പറയാൻ പൊടിക്കുക എന്നുള്ള അർത്ഥമാണ് വരുന്നത്. റീമച്ചിനാത്തം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പൊടിച്ച ആ പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ബാബുച്ചേട്ടൻ്റെ പതിവ് ശൈലിയിൽ ഒരു കുഴ തുടങ്ങി മക്കളെ. ആ മാവ് നന്നായിട്ട് നനച്ച് അതിന് ശേഷം അത് പതുക്കെ ഒന്ന് ആ വെള്ളമയം എല്ലായിടത്തും എത്തിച്ചതിന് ശേഷം ആ നമ്മുടെ പാത്രത്തിൽ നിന്ന് നേരെ എടുത്ത് ആ മാർബിളിൻ്റെ പുറത്തേക്കിട്ട് പിന്നെ പുള്ളിക്കൊണ്ട ബലം മുഴുവനാക്കുന്ന രീതിയിൽ പുള്ളിക്കാരൻ നല്ല രീതിയിലൊന്ന് ഒരല്പം എണ്ണയൊക്കെ പറ്റിയതിന് ശേഷം തുടങ്ങി മക്കളെ. ഈ ഉരുട്ടെന്ന് പറഞ്ഞാൽ ഒരു 1.5 ഉരുട്ടല്ലെങ്കിൽ ഈ മാവ് എത്രമാത്രം പരസ്പരം ഇണചേർക്കാവുന്ന രീതിയിൽ ചേർത്ത് നല്ല രീതിയിൽ അതിനെ ഉരുട്ടിയെടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് 2-3 പ്രാവശ്യമായിട്ട് നിങ്ങൾ ചിത്രം കാണുന്നുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങാണ് മക്കളെ, അത് നമ്മുടെ ബാജിക്കറിക്ക് വേണ്ടിയാണേ. അപ്പോൾ നമ്മളെ ബാജിക്കറിക്ക് വേണ്ടി ആ ഉരുളക്കിഴങ്ങ് കുക്കറിലെടുത്ത് നമ്മൾ അടപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ ബാബുച്ചേട്ടൻ്റെ ഇടയ്ക്ക് ആ മാവെല്ലാം കുഴച്ച് ഉണ്ടയാക്കി ദേ ആ ഉണ്ടയെടുത്ത് നമ്മുടെ പപ്പടം പരത്തുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പോലെ അടിപൊളിയായിട്ട് പരത്തുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ബാബുച്ചേട്ടൻ ആൾ പുലിയാണ് കേട്ടോ. ഇങ്ങേർക്ക് പപ്പടത്തിൻ്റെ സ്പെഷ്യൽ കൂട്ടൊക്കെ അറിയാവുന്ന ആളാന്നേ. അപ്പോൾ പുള്ളിക്കാരൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ പൂരിക്കുള്ള ആ ഉണ്ട നല്ല പരുവത്തിന് നമ്മുടെ പപ്പടത്തിൻ്റെ അതേ അളവിലല്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തിയുടെ അതേ അളവിൽ നേരെ പരത്തി വെക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ അടപ്പത്ത് നമ്മൾ വേറൊരു സാധനം കൂടി ചെയ്യുന്നുണ്ട്. നമ്മൾ അത് വറുത്ത് കോരാനുള്ള എണ്ണ അടപ്പത്ത് വെച്ചു. അങ്ങനെ എണ്ണ റെഡിയാകുമ്പോൾ നമ്മളുടെ ബാബുച്ചേട്ടൻ്റെ പരത്തും കഴിയും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ പരിപാടി തുടങ്ങി മക്കളെ. ദേ പരിപാടി പരത്തുന്നു, നമ്മളങ്ങോട്ട് മാറ്റിയിടുന്നു. എന്നാൽ ഇതിനിടയ്ക്കായാലും തുടങ്ങിയേക്കാന്ന് കരുതി എണ്ണ തിളച്ചോ തിളച്ചില്ലേ എന്നുള്ളൊരു സംശയത്തിൻ്റെ പുറത്ത് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട മക്കളെ. ഇനിയും എണ്ണ ഒന്നുകൂടി തിളക്കാനുണ്ടെന്നുള്ള ബോധ്യമായി. എന്നാലും ആവശ്യത്തിനധികം കുമളകളായിട്ട് വന്നു. പപ്പടത്തിൻ്റെ രീതിയിൽ ഒരു വശമൊക്കെ പൊങ്ങി വന്നു, പോരാ, എണ്ണ ഇച്ചിരി തിളക്കാനുണ്ടെന്നുള്ള ബോധ്യപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഓരോന്ന് ഇട്ട് ഞങ്ങളിത് ഞങ്ങളുടെ പൂരി നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി അതൊരു ഇഡ്ഡലി ചെമ്പിൽ അതിൻ്റെ ചൂട് നഷ്ടപ്പെടാത്ത രീതിയിൽ ഞങ്ങൾ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെടുത്ത് നമ്മൾ വറുത്ത് കോരുമ്പോൾ താഴെ ഒരു പേപ്പർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണമയമൊക്കെ വലിഞ്ഞു പോയിക്കണം കേട്ടോ. അപ്പം നമ്മളിത് അതെല്ലാം കൃത്യമായിട്ട് ചെയ്തു. 10-40 എണ്ണം കിട്ടി നമുക്ക്. കാരണം 1 കിലോ പൊടിയിൽ നിന്ന് നമുക്ക് ഏകദേശം 40 പൂരിയോളം കിട്ടി. അതിനെല്ലാം വറുത്ത് കോരി നമ്മൾ അങ്ങോട്ട് മാറ്റുന്ന കൂട്ടത്തിൽ നമ്മൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച്, കറിക്കുള്ള ചേരുവകളെല്ലാം റെഡിയാക്കി വെച്ചു. നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലടിയും കഴിഞ്ഞ് നമ്മുടെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങിനെ എടുത്ത് നമ്മൾ നേരെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ട് മക്കളെ. അങ്ങനെ ഇങ്ങനെ വീർത്തിങ്ങനെ ഓരോ കാഴ്ചകൾ കാണുന്നതിനിടയ്ക്ക് നമ്മൾ ബാക്കിയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അവസാനത്തെ പൂരിയും റെഡിയായതിന് ശേഷം നമ്മൾ കറിവേപ്പിലേക്ക് തുടങ്ങണം. കാരണം എന്ന് പറയാം, ഇത് രണ്ടും ചൂടോടെ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഒന്ന് വേറെതാണ്. അപ്പം നമ്മളിത് അടപ്പിൽ ഫ്രൈ പാൻ വെച്ചു. ഒപ്പം നമ്മൾ കടുകിട്ടു, പിന്നെ വേപ്പില ഇട്ടു, പിന്നെ ചേരേണ്ട ചേരുവകളായ നമ്മുടെ പച്ചമുളക് ഇട്ടു, പിന്നെ ഒരല്പം വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു. അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ കൂട്ടത്തിൽ നമ്മൾ അരിഞ്ഞു വെച്ച ഒരു പകുതി സവാളയും കൂടി ചേർത്തിട്ട് അതൊരല്പം ഉപ്പും കൂടി വാരി വിതറി നേരെ അതൊന്ന് വഴറ്റിയെടുക്കണം മക്കളെ. ഇതിങ്ങനെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരല്പം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കേട്ടോ. അതെല്ലാം കൂടി അങ്ങോട്ട് ചേർത്ത് ആ അടപ്പത്ത് കിടക്കുന്നവന് എല്ലാത്തിനും ഒരു ചെറിയ മഞ്ഞ കളറാവുമ്പോൾ നമ്മൾ നേരത്തെ തൊലി പൊളിച്ച് എടുത്തു വെച്ച ഉരുളക്കിഴങ്ങ് കൈ കൊണ്ടൊന്ന് പീച്ചിട്ട് നമ്മൾ ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഇളക്കി മറിച്ചതിന് ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം മക്കളെ. ആ വെള്ളം ഒന്ന് വറ്റി വരുവോളം, എന്ന് വെച്ചാൽ ഒരുപാട് വറ്റിക്കരുത് കേട്ടോ. അതിനൊരു നല്ല തിള വന്നു കഴിയുമ്പോൾ അതെല്ലാം
ഒരു കുറുക്ക് പരുവത്തിലാകുമ്പോൾ നമ്മുടെ ബാജിക്കറി ഓക്കെ. അപ്പം നമ്മളിത് കറിക്ക് അധികം സമയം വേണ്ട കാരണം വെള്ളം വറ്റി വന്നു, തിളയെല്ലാം വന്നു. നേരെ പിന്നെ ഒന്നും നോക്കില്ല മക്കളെ, നേരെ പാത്രം എടുത്തു വിളമ്പാൻ തുടങ്ങി. എല്ലാവരും പാത്രം എടുത്തു വിളമ്പി അവരവരുടെ തീന്മേശയിലേക്ക് മാറ്റുമ്പോൾ കൂട്ടത്തിൽ ഈ ബാജിക്കറിയുടെ കൂടെ ഒരല്പം മുളകും ഒരല്പം പുളിയും ചേർത്ത് ഒരു മുളക് ചമ്മന്തിയും കൂടി ഉണ്ട് കേട്ടോ മക്കളെ, അതും ഇച്ചിരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇവയെല്ലാം കൂട്ടി അടിപൊളിയായിട്ട് അന്നത്തെ സായാഹ്നം കഴിഞ്ഞ മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പിന്നെ ബെല്ലൈക്കൺ അമർത്തിക്കുക. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം മക്കളെ.